പേര് വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. പക്ഷേ ബസ് സ്റ്റാൻഡിനപ്പുറം മറ്റു വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഹബിലേക്കുള്ള വഴിയാണ് ഏറെ ദയനീയം. കോൺക്രീറ്റ് കട്ടകൾ ഇളകിത്തെറിച്ചു, ചിലയിടത്ത് കട്ടകൾ കുഴിഞ്ഞു താഴ്ന്നു. ആടിയുരഞ്ഞാണ് വാഹനങ്ങൾ പോകുന്നത്. മനുഷ്യൻ്റെ മാത്രമല്ല, വാഹനത്തിൻ്റെയും പണിതീരും. ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കാന്നുള്ളത് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഇതാകുന്നത്. വാഹനം ഓടിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കുഴി യാത്രക്കാർക്കും ബുദ്ധിമുട്ട്. യാത്രക്കാർ ഒരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ കടറി ആടി അവരുടെ നടുവൊക്കെ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് ഭയങ്കരമായിട്ട് ചാടുകയും നമ്മുടെ നടുവിനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1.5 വർഷമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. വഴി ഭയങ്കര മോശമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. ഇനി ഹബിനുള്ളിലേക്ക് കയറിയാൽ ഈ ചൂടുകാലത്തും ഒരു ഫാൻ പോലുമില്ല. ഷീറ്റ് ചൂടാകുമ്പോൾ ജനം വെന്തുരുകും. ബസ് ജീവനക്കാർക്ക് വിശ്രമത്തിന് ഇടമുണ്ടാക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒന്നുമായിട്ടില്ല. ഹബിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭയങ്കര നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളാണെങ്കിൽ വരുമ്പോൾ പോലും ഭയങ്കര ചാട്ടവും യാത്രക്കാർ വരുന്നത് നമ്മളെ തെറിയാം. വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന്. പിന്നെ എപ്പോഴും ഇങ്ങനെ ബ്ലോക്കാവില്ലേ, കുഴിയാകുമ്പോൾ എപ്പോഴും വഴി ബ്ലോക്കാവുന്നു. തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനും വാട്ടർ മെട്രോ ജെട്ടിയും സജ്ജമായതോടെ ഹബിൽ അനുദിനം തിരക്കേറുകയാണ്. പക്ഷേ തുടക്കത്തിലെ സൗകര്യങ്ങൾക്കപ്പുറം പുതുതായി ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ചാടി മഴക്കാലത്താണ് വെള്ളമെല്ലാം കെട്ടുന്ന യാത്രക്കാരെയും വണ്ടിപ്പണിക്കാരെയും എല്ലാം മേത്തോട്ട് ഇഷ്ടംപോലെ വെള്ളമെല്ലാം തെറിച്ച് ആപ്പാടെ തന്നെ കുണ്ടും കുഴിയായിട്ട് മുമ്പോട്ട് കയറ്റിയിടാനോ ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ നാളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതാണ്. ജീവനക്കാർക്ക് വിശ്രമ സ്ഥലത്തിനൊപ്പം യാത്രക്കാർക്കും കൂടുതൽ സ്ഥല സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പരിപാലനത്തിൽ ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് യാത്രക്കാരേവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഹബ്ബ് കേന്ദ്രീകരിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.